ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗണ്ടൊക്കെ ഒന്ന് സെറ്റാകേ വരുന്നുള്ളൂ. പിന്നെ ചുമ ഒഴികെ ബാക്കി മൊത്തം മാറിയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ എപ്പിസോഡൊക്കെ ഞാൻ ചുമച്ച് കുറേ ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഇപ്പം പക്ഷേ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ചുമ കുറച്ച് ടാസ്ക് ആണ് കുറയാനായിട്ട്, മാറാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യും, ചുമക്കും, വെള്ളം കുടിക്കും, ഇത് തന്നെ. ഇപ്പം ഒരു ക്ലിയർ സൗണ്ട് പോലെ ഉണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സൗണ്ടിൻ്റെ കുറഞ്ഞ് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം ചുമ വരാനായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ചുമക്കും, പിന്നെ വെള്ളം കുടിക്കും. ഇപ്പോൾ ചുമ വരുന്നുണ്ട്. ഓക്കെ, ചുമ കഴിഞ്ഞ് എന്നിട്ട് വെള്ളം കുടിക്കും, എന്നിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കും. ഇത് തന്നെയാണ് എൻ്റെ പരിപാടി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം തന്നെ ലെവലപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഇന്നലെ ഇട്ട എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ലെവലപ്പ് വന്നിട്ട് നമുക്ക് എന്തായാലും വെയിറ്റ് കൂട്ടാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇന്ന് നമുക്ക് വീടിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ പണിയാനുണ്ട്. പിന്നെ പറ്റുമെങ്കിൽ ഒരു പാരസോറിനെ പിടിക്കണം. അപ്പോൾ പാരസോറിനെ പിടിക്കാനായിട്ട് സ്റ്റെപ്പ്, മറ്റേ വുഡിൻ്റെ ഐറ്റംസ് ഒക്കെ അൺലോക്കായി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ വുഡിൻ്റെ നമുക്ക് ബേസ് ചെയ്യാൻ മിക്കാതെ ഓഫ്ലൈനിൽ ഇരുന്ന് ചെയ്യലുണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു സ്പൈ ഗ്ലാസ് വേണം. പക്ഷെ സ്പൈ ഗ്ലാസ് പണിയായിട്ട് നമുക്ക് ക്രിസ്റ്റൽ വേണം. പിന്നെ ഈ ഭാഗത്ത് ക്രിസ്റ്റൽ എവിടെ എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് സ്പൈ ഗ്ലാസ് പിന്നെ പണിയാം. ആദ്യം ഓക്കെ, വുഡൻ ക്ലബ്ബ് പണിയാം. വുഡൻ ക്ലബ്ബ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ബോല പണിയണം. പിന്നെ നമുക്ക് പാരസോറിനെ സാഡിൽ പണിയണം. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കൊരു പാരസോറിനെ പിടിച്ചിട്ട് നമുക്ക് തുടങ്ങാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഫസ്റ്റ് ബോല ക്രാഫ്റ്റ് ചെയ്യാൻ ഫൈബർ, ഹൈഡ്, സ്റ്റോൺ, താച്ചി, ഇത്രയും മതി. ഇതെന്താ ഇത്? കമ്പിത്തിരിയാ? ഇത് എന്താ? സ്കിന്നല്ല ഇത്? ഗൈസ്, നമുക്ക് കമ്പിത്തിരി ഇട്ടി നോക്ക്. കൊള്ളാലേ? കൊള്ളാം, സാധനം എന്തായാലും കൊള്ളാം. നമുക്ക് രാത്രി നോക്കണം. രാത്രി നോക്കുമ്പോഴേ വരെയൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ നേരെ ബോൾ ഉണ്ടാക്കാം. നമ്മുടെ ബേസിലോട്ട് പോവാം. ഗൈസ്, നമ്മുടെ ബേസ് ഇതിനകത്ത് മാപ്പ് എടുക്കണമെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. നമ്മൾ മറ്റേ ഇതിനകത്ത് പോലെ പറ്റൂല. ബേസ് ബാക്കിലോട്ടാണ്. അയ്യോ, ഇവിടെ അല്ലല്ല. ഇത് മനസ്സിലാവുന്നില്ല. ബെഡ് ഇത് എവിടെയാണെന്ന്. ഗൈസ്, നമ്മുടെ ബേസ് ഇത് എവിടെയെന്ന് മനസ്സിലാവുന്നില്ല. മാപ്പിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മാപ്പിൽ അത് ഈ ഒരു ഭാഗത്താണ് ബേസ് എന്ന് ഞാൻ മാർക്ക് ചെയ്തത്. പക്ഷേ കാണുന്നില്ല. ഇനി മേളിലോട്ടാണ്. ആ ബെഡ് നേരെ ഭാഗത്താണാവോ ഇനി? ഇത് വല്ലാത്തൊരു ടാസ്ക് ആണല്ലോ കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടിട്ട് കാര്യമില്ലെന്നാണ് അർത്ഥം. അയ്യോ, നമ്മളപ്പോൾ ഈ കുറ്റിക്കാലിലൊക്കെ പണിത് തന്നെ പണിയാണല്ലോ. ഗൈസ്, ഞാനപ്പേ നമുക്ക് എന്തായാലും കിട്ടിപ്പോയി. എൻ്റെ മോനെ, ഈ സാധനം ഇവിടെ വല്ല അടയാളം വല്ലതും വെക്കണം ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്ത്, ഈ രണ്ട് വാർക്കല്ലുള്ള ഭാഗത്താണ് നമ്മുടെ ബേസ് ഉള്ളത്. കറക്റ്റ് ഇവിടെ തന്നെ അല്ലേ? നോക്കട്ടെ ഗൈസ്, മാർക്കർ വന്ന വേറെ ഭാഗത്തും എൻ്റെ ബെഡ് ഇരിക്കണത്, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന വേറെ ഭാഗത്തുമാണ്. നമുക്കപ്പോൾ ഈ മാർക്കർ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനപ്പോൾ എന്തായാലും നമ്മുടെ മാർക്കർ റിമൂവ് ചെയ്യട്ടെ. മാർക്കർ ഇതെങ്ങനെ റിമൂവ് ഇതെന്താ? ഇതെങ്ങനെ റിമൂവ് ആക്കില്ല? ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ആ മാർക്കർ അയ്യോ, ഇത് വീണ്ടും അക്സെപ്റ്റ് ആയല്ല. ഈ മാർക്കർ എടുത്ത് കളയട്ടെ. ഇത് ചടങ്ങാണ് ഈ സാധനം. വേണ്ട നമുക്ക് മാർക്കറൊന്നും. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ മാർക്കർ റിമൂവ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാനപ്പോൾ എന്തായാലും റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എനിക്കിപ്പോൾ ഏകദേശം മനസ്സിലായത് ഈ ഒരു വളവുള്ളൊരു ഭാഗത്താണ് നമ്മുടെ ബേസ് ഉള്ളത്. ഓക്കെ ഗൈസ്, എൻ്റെ മുടി വളരുന്നുണ്ട് കേട്ടോ. പയ്യെ നോക്കിയേ. അയ്യോ, തേർഡ് പേഴ്സൺ ആയിപ്പോയി. ഞാൻ കാണിച്ചു തരാം. നോക്ക്, നേരത്തെ എൻ്റെ മുടി ഇത്ര ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു മുട്ടക്കുട്ടനായിരുന്നു. പക്ഷെ ഇപ്പോൾ മുടി വളരുന്നുണ്ട്. ഇനി മുടിയൊക്കെ വെട്ടണമല്ലോ, കത്രിക വെച്ചിട്ട് മുടിയും താടിയൊക്കെ. അത് നമുക്ക് പിന്നെ എന്തായാലും ചെയ്യാം. എൻ്റെ സൗണ്ട് വീണ്ടും കുറഞ്ഞു വരുന്നുണ്ട്. അതൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാം കാണുന്നവർക്ക്. പക്ഷേ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ എന്തായാലും സൗണ്ടൊക്കെ ഒന്ന് റെഡിയാക്കാം. പെട്ടെന്ന് റെഡിയാകുമ്പോൾ എനിക്ക് ചുമ മാത്രം പോകാത്തത്. ഇത് ബാക്കിയെല്ലാം പെട്ടെന്ന് പറയും. പക്ഷെ ചുമ ഭയങ്കര പാടാ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബോല പണിയാം. മാക്സിമം ഞാൻ സൗണ്ടിട്ട് സംസാരിക്കുന്നുണ്ട്. ബോല പണിയാൻ ഫൈബർ, ഹൈഡ്, സ്റ്റോണ്, താച്ചി. അപ്പോൾ ഹൈഡ് എടുത്തു, പിന്നെ ഫൈബർ, സ്റ്റോണ്, താച്ചി. ഇത് എന്തൊക്കെയാണ്? ഇനി ഒരു ഫൈബർ വേണം. ഫൈബർ കളക്ട് ആകട്ടെ. നമുക്ക് കുറച്ച് ഡൈനോസിനെയൊക്കെ ഇനി പിടിച്ചു തുടങ്ങണം കേട്ടോ. നമ്മുടെ മോസ്റ്റ് ജോബ്സും ബാക്കി ആൾക്കാർ മോസ്റ്റ് ജോബ്സിനെ എന്തായാലും പിടിക്കണം. മോസ്റ്റ് ജോബ്സിനെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഫൈബർ കളക്ട് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ മറ്റേ മെറ്റൽ സിക്കിൾ എന്ന് പറഞ്ഞാൽ അത് വേണം. അതിന് കുറേ ലെവലപ്പ് ആവണം. ഓക്കെ, അത്യാവശ്യത്തിന് ഫൈബർ ആയെന്ന് തോന്നുന്നു. എത്ര ക്രാഫ്റ്റ് ചെയ്യാം? 2 ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, തൽക്കാലം ഇപ്പോൾ 2 മതി. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വുഡൻ ക്ലബ്ബ്. വുഡൻ ക്ലബ്ബ് ആണെങ്കിൽ വുഡ് മതി. ഫൈബറും വുഡും. ഓക്കെ, വുഡ് നമ്മുടെ ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ കുറച്ച് വുഡ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വുഡൻ ക്ലബ്ബ് എത്ര പണിയാൻ പറ്റും? 2. അത് കുറച്ചധികം പണിയാണ്. കാരണം ചിലപ്പോൾ ആ വുഡൻ ക്ലബ്ബ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പോയിട്ട് കുറച്ച് ഫൈബറും വുഡും കളക്ട് ചെയ്യട്ടെ. ഗൈസ്, അപ്പോൾ ഞാൻ ഒരു 3 ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതെല്ലാം എടുത്ത് ഹോട്ട് ബാലിട്ട് വെക്കണം. നമ്മുടെ എന്താണ് ബോൾ എടുത്ത് ഹോട്ട് ബാൽ ഇട്ടു. പിന്നെ നമ്മുടെ വുഡൻ ക്ലബ്ബും ഞാൻ ഹോട്ട് ബാൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഓൾ സെറ്റാണ്.
ഇനി നമുക്ക് പാരസോറ സാഡിൽ പണിയണം. അപ്പോൾ സാഡിൽ പണിയാൻ എന്തൊക്കെ വേണം? സാഡിൽ പണിയാൻ ഫൈബറും ഹൈഡും വേണം. ഹൈഡ് നമുക്ക് പോകണമെങ്കിൽ കളക്ട് ആക്കാം, അതായത് നല്ലത്. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ നമ്മുടെ ഇതിനകത്തോട്ട് കയറ്റി വെക്കട്ടെ, സ്റ്റോറേജ് ബോക്സിൽ ഇട്ട് വെക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ വെയിറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല. ഗൈസ് ഇന്ന് സൗണ്ട് ഭയങ്കര ശോകമാണ് കേട്ടോ, എന്താ അറിയില്ല എനിക്ക്. ഇത്രയും ദിവസം ഈ സൗണ്ടിൻ്റെ ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്തപ്പോഴാണ് ഈ ചുമ വന്നത്. ഇത്രയൊന്നും എനിക്ക് ചുമ ഉണ്ടായിരുന്നില്ല. ഞാൻ നമ്മുടെ തൊപ്പി എടുത്തിട്ട് ഞാൻ നമ്മുടെ എന്താണ് തമിഴിൽ എടുക്കാൻ വേണ്ടി ഞാൻ തൊപ്പി ഒരു കളഞ്ഞതാണ്. ഓക്കെ ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഒരു അത്യാവശ്യം നല്ലൊരു ലെവല് പാരസോറ കണ്ടുപിടിക്കുക. അപ്പോൾ വെള്ളം കുടിച്ചിട്ട് പോവാം. ഓക്കെ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഫുഡ് കൂടെ കഴിയട്ടെ. ഫുഡ് പയ്യെ പയ്യെ കയറുന്നത്, മറ്റാർക്കും അത് കഴിക്കുമ്പോൾ പെട്ടെന്ന് കയറും, ഇതിനകത്ത് പയ്യെ പയ്യെ ഫുഡ് കയറല്. അപ്പോൾ ഓക്കെ ഞാൻ എന്തായാലും ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു പാരസോറ കണ്ടുപിടിക്കട്ടെ. കുന്തമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഡൈലോഫോസോറസ് പറഞ്ഞാൽ കുന്തത്തിന് കുത്തിയിടാം. പിന്നെ കഴിച്ച് അതേപോലെ തന്നെ ഞാനിപ്പോൾ 20 മിനിറ്റ് ആ വീഡിയോ ഇടല്, ലെങ്ത് 20 മിനിറ്റ്. അതാ പാരസോറ്, അതിൻ്റെ ലെവൽ എത്രയും നോക്കട്ടെ. അത്യാവശ്യം നല്ലൊരു ലെവലായെങ്കിൽ നമുക്കിതിനെ പിടിക്കാം. ഇതെന്താ ലെവൽ കാണിക്കാത്തത്? ലെവൽ 40 ഉണ്ട് കേട്ടോ. ഇത് 40. ഇപ്പുറത്ത് ഓർമ്മയുണ്ടല്ല, ഇത് ലെവൽ എത്ര? ഇത് ലെവൽ 20. അപ്പോൾ നമുക്ക് ഈ 40നെ പിടിക്കാമല്ലേ? ഓക്കെ ലെറ്റ്സ് ഗോ. ഞാൻ എന്തായാലും ബോൾ എടുത്തു, കറക്കി എറിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ വുഡൻ ക്ലബ്ബ് എടുത്തിട്ട് അടിക്കണം. വീടാ ഇത് വീഴുന്നില്ലല്ലോ, ഇത് കുറേ അടിക്കണം. വുഡൻ ക്ലബിനെ അടിച്ചടിച്ചടിച്ച് നമുക്ക് നമ്മുടെ ട്രാങ്കേഴ്സ് ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. വുഡൻ ക്ലബിനെ അടിച്ച് എപ്പോൾ വീഴാനായിട്ടാണിത്? ഇനി ഒരു അയ്യോ വുഡൻ ക്ലബ്ബ് പൊട്ടിപ്പോയി. തിരിച്ചോടുന്ന നിൽക്കടാ. ഇനിയിപ്പോൾ ഇത് കറക്കി എറിഞ്ഞതിനെ കൊള്ളുവോ? ഇതാ ഇവന് ഭയങ്കര സ്പീഡാവന്. ഇതാ പോകുന്ന ഗൈസ്. കിട്ടിയടാ. അയ്യോ കിട്ടിയോ, അത് പോയി. ഗൈസ് നമുക്ക് ഹൈ ലെവൽ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വുഡൻ ക്ലബിനെ അടിച്ചിടല് കുറച്ച് ടാസ്ക് ആയിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അത് ഓടി വേറെ ഏതോ രാജ്യത്ത് പോയി. ഇതാ പോകുന്ന കുഴപ്പമില്ല. നമുക്ക് ബോളില്ലാണ്ടൊന്ന് എറിഞ്ഞു അല്ല പിടിച്ചു നോക്കി ഈ സാധനത്തിന്. ഇവിടെ സ്റ്റെക്കായി നിൽക്കുന്നുണ്ട്. ഇവിടെ നിൽക്ക് പോലെ ഓടല്ലേ ഗൈസ്. ഞാനിവ എങ്ങനെ അടിച്ചിടാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. വീണടാ. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മുടെ പാരസോർ അങ്ങനെ വീണിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഫുഡ് വേണം. അപ്പോൾ നമുക്ക് കുറച്ച് ബെറീസ് കളക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ബെറീസ് എടുത്ത് കഴിഞ്ഞാൽ അതിനിട്ട് കൊടുക്കുക. മെജോബറി അതാ ഈ സാധനം വരുമ്പോൾ കുലുങ്ങുന്ന നോക്ക്. ഇതിനറിയാണ്ട് പോലും അടിച്ചു പോകരുത്, ഭയങ്കര ഡേഞ്ചറാണ് ഈ സാധനം. നമ്മുടെ ഈ ട്രൈക്ക്. ഓക്കെ അത്യാവശ്യത്തിന് മെജോബറി ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് നമ്മുടെ പാരസോർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആക്സസ് ഇൻവെൻട്രി മെജോബർ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞ പച്ച എല്ലാ ബെറീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ പെട്ടെന്ന് ടൈം ആവുന്നുണ്ട്. ഇപ്പോൾ 13.3% വെച്ച് ടൈം ആവുന്നുണ്ട്. പിന്നെ ടൈമിംഗ് എഫിഷ്യൻസി 92 ആയി കേട്ടോ, കാരണം നമ്മൾ ഒരു എക്സ്ട്രാ ഒരു അടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ പാരസോറോടെ കിടന്ന് ടൈം ആവട്ടെ. അയ്യോ എടാ മുതല അമ്പോ കിട്ടി കടി കിട്ടി. നമ്മുടെ പാരസോറിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഞാൻ ആ പാരസോറോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ മുതല പാരസോറ തിന്ന്. സാധനം ഇത് എവിടെ നിന്ന് വന്നത്? ഇതാ ഡയലോഗ് എല്ലാവരും കൂടെ വരുന്നതിന് കൊല്ലം തന്നെ ഗൈസ്. അങ്ങനെ നമ്മുടെ പാരസോറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ട് കുറച്ച് ലെവലപ്പ് ചെയ്യട്ടെ. അതാണ് നല്ലൊരു നമുക്ക് മോസ്റ്റോപ്സിനെ പിടിക്കാം. അതാണ് കുറച്ചുകൂടെ നല്ലത്. അതാകുമ്പോൾ വലിയ പണിയില്ല. ഞാൻ പോയിട്ട് ഒരു മോസ്റ്റോപ്സിനെ തപ്പട്ടെ. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവും ആ സാധനം. നോക്കട്ടെ കേട്ടോ. മോസ്റ്റോപ്സ് ആണെങ്കിൽ നോക്കേണ്ട പരിപാടിയില്ല. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഈ കുക്ക്ഡ് പ്രൈമീറ്റ് പിന്നെ എന്താണ് റെയർ മഷ്റൂം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചോദിക്കും. അതാ ഡൈലോഫോസോറസ് ഗൈസ്. ഒരു മോസ്റ്റോപ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്കേ ആദ്യം ഈ ഡൈലോഫോസോറസിനെ ഒന്ന് തീർക്കണം, എന്നിട്ട് മോസ്റ്റോപ്സിനടുത്ത് പോവാം. അയ്യോ ഇതെന്താ കുത്താത്ത? ഞാൻ ഇത് ബോട്ടായത്. ഈ FPP ആക്കി വെക്കുന്നത്. അയ്യോ തുപ്പി. ഓക്കെ ഈ FPP ആക്കി വെക്കണതാണ് ഏറ്റവും നല്ലത്. ഈ TPP ആക്കി വെച്ചാൽ ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും കാണുന്നില്ല. ഈ അറ്റാക്ക് ചെയ്യുമ്പോൾ FPP ഇട്ട് വെക്കണം എപ്പോഴും. ഓക്കെ ഇവിടെ ആരുമില്ല. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഈ മോസ്റ്റോപ്സ് എന്താ ചോദിക്കണമെന്ന് നോക്കട്ടെ. നല്ല സാധനങ്ങളെല്ലാം ചോദിച്ചാൽ മതിയായിരുന്നു. എന്താണ്? ടിൻഡോബറി ഭാഗ്യം. അത് ലെവൽ എത്ര? ലെവൽ 60. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ടിൻഡോബറിയെ ചോദിക്കല്. അപ്പോൾ നമുക്ക് മറ്റേ ചുവന്ന ബെറി, വേറെ ഡൈനോസ് വന്നേക്കാളും മുന്നേ ആ ചുവന്ന ബെറി കിട്ടി. ടിൻഡോബറി കിട്ടിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ എടുത്ത് വെക്കട്ടെ, ചിലപ്പോൾ 5 എണ്ണമൊന്നും തികയില്ല. ഓക്കെ നമുക്ക് കുറച്ചധികം ടിൻഡോബറി കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് ഹോട്ട് ബാർ ലാസ്റ്റ് സ്ലോട്ടിലിട്ട് വെക്കണം, ഹോട്ട് ബാറിൻ്റെ. ഇനി അടുത്ത് പോവുക, നമുക്കത് ഫീഡ് ചെയ്യുക. ഫീഡ് ഓക്കെ 75.5 ആയിട്ടുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്തൊരു ഡൈനോസോറസ് നടക്കുന്നുണ്ട്, പക്ഷേ ആവശ്യമില്ല. വെയിറ്റ് അൺടിൽ ഇറ്റ് ഹംഗ്രി അഗെയിൻ. തൊട്ടപ്പുറത്തൊരു ഡൈനോസോറസ് ഉണ്ട്, അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. ഈ മോശത്തിന് കുത്തിക്കഴിഞ്ഞാൽ പണി കിട്ടും കടിച്ചു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഇത് ഹംഗ്രി ആവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യണം. നമുക്കൊരു ലെവലപ്പ് വന്നിട്ടുണ്ട്. ലെവലപ്പ് നമുക്ക് എന്ത് കൂട്ടണം? വെയിറ്റ് കൂട്ടാം അല്ലേ? വെയിറ്റ് ഇല്ല. ഇപ്രാവശ്യം ഞാൻ എന്തായാലും ഒരു സ്റ്റാമിന കൂട്ടിയാലോ? വേണ്ട, എന്ത് കൂട്ടും ഞാൻ? വെയിറ്റ് തന്നെ കൂട്ടാം, അതിരിക്കട്ടെ. ഇത് ആയാ ഇല്ല. വെയിറ്റ് അൺടിൽ ഇറ്റ് ഹംഗ്രി അഗെയിൻ കുറേ ടൈം എടുക്കുന്ന. ഇതിനെ കിട്ടിക്കഴിഞ്ഞാൽ ലാഭമാണ്. നമ്മുടെ മോസ്റ്റോപ്സിന് കിട്ടിക്കഴിഞ്ഞാൽ ലാഭമാണ്. ടൈമിംഗ് എഫിഷ്യൻസി 100 ഉണ്ട്, പ്ലസ് 29 ലെവൽ കയറും.
അപ്പോൾ ഒരു 60, 70, 89 അടുത്ത് ലെവൽ കിട്ടും നമുക്ക്. അപ്പുറത്തൊക്കെ റാപ്റ്റർ എല്ലാവരും നടക്കുന്നുണ്ട്. ഇതിവിടെ ആവുന്നില്ല, ഇത് കുറേ നേരം എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പഴയ ആർക്കിലും അങ്ങനെ അതുപോലെ തന്നെ കുറേ ടൈം എടുക്കുന്ന. ആദ്യത്തെ ഫീഡ് പെട്ടെന്ന് കയറി, രണ്ടാമത്തെ കയറാനാണ് പാട്. അയ്യോ അതാ വരുന്ന. എനിക്കെന്താണ് എപ്പോഴും ഇങ്ങനത്തെ അയ്യോ ചത്ത് ഗൈസ്. അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനം റീസ്പോൺ അറ്റ് സ്ലീപ്പിംഗ് ബാഗ്. എനിക്ക് മാത്രം എന്താണ് എപ്പോഴും ഇങ്ങനത്തെ ഒരു ഇതൊക്കെ വരുന്ന. ഞാൻ കുത്തുമ്പോൾ തന്നെ പെട്ടെന്ന് തീരുന്നു. എന്നെ 2 കടി കടിച്ചോളൂ, അപ്പോഴേക്കും ഞാൻ തീർന്നു. എൻ്റെ ഡ്രസ്സും എല്ലാം പോയി. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് കളക്റ്റാണ്. എൻ്റെ മോഷോപ്സും പോയി. വല്ലാത്തൊരു പണി തന്നെ എനിക്ക്. എൻ്റെ മോഷോപ്സ് അവിടെ ഉണ്ട് കേട്ടോ, ഭാഗ്യം ഗൈസ്. നമ്മുടെ മോഷോപ്സ് അവിടെ ഉണ്ട്. ഇതാ പ്രാണികൾ വരുന്ന. ഇതുങ്ങളെ ഞാൻ നൈസായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരട്ടെ, ഈ പ്രാണികളാ. എന്നിട്ട് നമുക്ക് മോഷോപ്സിനെ പിടിക്കാം. ഇവന്മാർ ശരിയല്ല, ഇവന്മാർ ഇതാ വരുന്നുണ്ട്, പുറകെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഇവന്മാരെ ട്രിക്ക് ചെയ്യും. ബുദ്ധി എനിക്കുണ്ടറാ. ഇതാ ഇവന്മാരിവിടെ എത്തി കേട്ടോ. എന്തിനത് അതാ വരുന്ന. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കറങ്ങും. കളി നമ്മളോടെ. ഇനി അവന്മാരവിടെ പെട്ട് കിടക്കും ഗൈസ്. അങ്ങനെ അവന്മാരെ കയ്യിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കണം. ഇവിടെ എല്ലാം എടുക്കട്ടെ. ആക്സസ് ഇൻവെൻട്രി, ട്രാൻസ്ഫർ ഓൾ, ലെറ്റ്സ് ഗോ. എൻ്റെ അടുത്ത് കമ്പുണ്ട്. ഇനി ഞാൻ മിക്കാറ് കമ്പിന് കുത്തിയിട്ടത്. ആ കോമ്പി ഇത് പോടാ. ഇതെല്ലാവരും വരുന്ന ഈ ഭാഗം ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ. ഈ ഒരു ഏരിയ പ്രാണികളും കോമ്പികളും എല്ലാവരും ഉണ്ട്. അതാ വരുന്ന പ്രാണികൾ. പോടാ, കുത്ത വരട്ടെ. പടാ, ഇവന്മാരെന്തായാലും തീർക്കണം. പോടാ. ഓക്കെ, തീർന്നിട്ടുണ്ട്. അടുത്ത കോമ്പി വരുന്ന. കോമ്പികളും എല്ലാവരും വരുന്നുണ്ട് ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാണ്ട്, ഇത് നമ്മൾ ചിതിന്നാണോ അതോ കയറ്റിന്നാണോ വിളിക്കുന്ന? ഇപ്പോൾ ഒരു സാധനം കിട്ടും. ഈ 2 എണ്ണം കിട്ടിയ സാധനം കണ്ട. ഇതിനെ നമ്മൾ ചിതിന്നാണോ അതോ കയറ്റിന്നാണോ പറയുക? കയറ്റ് അല്ലെ ക്യാരറ്റ്? ചിതിൻ ഓർ കൈറ്റിൻ, അങ്ങനെ തന്നെ. ചിതിൻ ഓർ കൈറ്റിൻ. ഇതെങ്ങനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്? അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. ഞാൻ എപ്പോഴും ചിതിന്നാ പറയല്. ഓക്കെ, ഞാൻ എൻ്റെ ഡ്രസ്സ് മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട്. എല്ലാം ഇടട്ടെ. അവന്മാർ മൊത്തം എൻ്റെ ഭാഗ്യത്തിന് ഡ്യൂറബിലിറ്റി പോയിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അടിച്ച് പൊട്ടും. ഓക്കെ, നമുക്ക് നമ്മുടെ മോസ്റ്റ് ഓപ്ഷന് ഇട്ട് കൊടുക്കാം. എവിടെ? ടൈം ടിൻഡോബറി. ഓ, നേരത്തെ ആ കടിയിൽ ഇതായി കേട്ടോ, കുറഞ്ഞ് വീണ്ടും നമ്മൾ ടൈം ആക്കണം. കുഴപ്പമില്ല, എന്തായാലും അവിടെ കിടന്ന് ടൈം ആവട്ടെ. ഞാൻ ഇനി നമ്മുടെ വരുന്ന കോമ്പി ലെവൽ 40. ഇത് ഇപ്പം നമ്മൾ ടൈം ചെയ്യണ സമയത്ത് അതിനെ കടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിനോട് ടൈം ചെയ്യേണ്ടി വരും. ഈ പാസീവ് ഫീഡിനെ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഇങ്ങനത്തെ പ്രശ്നം. ഓക്കെ, നിങ്ങൾ വന്നുകൊണ്ട് കുറച്ചധികം ഹൈഡ് കിട്ടി. ഇനിയിപ്പോൾ ഹൈഡ് ഇട്ടിട്ട് എന്തിനാ എനിക്ക്? ഞാൻ എന്തായാലും മോഷോപ്സിനെ പിടിക്കാനല്ലേ. കിട്ടിപ്പോയി. എടാ, കുക്ക്ഡ് പ്രൈമേറ്റാ. സൂപ്പർ ഗൈസ്. കുറച്ചധികം ടാസ്ക്കാണ് കേട്ടോ ഈ സാധനം. നോക്കിയേ, നമുക്ക് ടിൻഡോവർ എടുത്ത് നോക്കിയാലാ? ഇല്ല, ടിൻഡോവർ ഞാനാ കഴിക്കല്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. കുക്ക്ഡ് പ്രൈമേറ്റ് വേണമെന്നൊക്കെ പറയുന്നത്. എൻ്റെ ഒന്നും കുക്ക്ഡ് പ്രൈമേറ്റ് ഒന്നുമില്ല. പോടാ, എനിക്ക് വേണ്ടതില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ഇനി പരിപാടി എന്ന് വെച്ചാൽ ലെവലപ്പ് ആവുക. ലെവലപ്പ് ആയിട്ട് നമുക്ക് നമ്മുടെ ട്രാങ്കാർസ് ഒക്കെ അൺലോക്ക് ആക്കാം. എന്നിട്ട് നമുക്ക് പിടിക്കാൻ വരാം. അതാണ് നല്ലത്. ട്രാങ്കാർസ് എത്ര അൺലോക്ക് ആവില്ലേ? ട്രാങ്കാർസ് ആ ലെവൽ 21 ആവണം കേട്ടോ. ഞാനപ്പോൾ ഇതെന്താ ആരോ കടിക്കുന്ന? ഇല്ല, ആരും കടിക്കുന്നില്ല. ഇത് അവനെന്നെ കൊത്തിയിട്ടല്ലേ പോയി. എന്തോ എടുത്തോണ്ട് പോയല്ലേ അവനെന്നും എന്നെ കൊത്തിയിട്ട് പോയി. അയ്യോ, ഇതാ അടുത്ത ആൾ കൊത്തുന്ന. ഇവരെന്ത് കൊത്തുന്ന? ഓക്കെ, ഞാനപ്പോൾ എന്തായാലും ഇനി പോട്ടെ. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താ ഒരു കഷ്ടപ്പാട്. അതാ എക്സ്പ്ലോർ നോട്ട് കിട്ടി. ഇപ്പോൾ ലെവലപ്പ് കിട്ടും നമുക്ക്. എടുക്ക്, എക്സ്പ്ലോർ നോട്ട് എടുക്ക്. ഓക്കെ, നമുക്കൊരു എക്സ്പ്ലോർ നോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര ലെവൽ കിട്ടി? അത്യാവശ്യം നല്ല ലെവൽ കിട്ടിയാൽ മതിയായിരുന്നു കേട്ടോ. നമുക്ക് 3 ലെവൽ കിട്ടി. അപ്പോൾ ഒരെണ്ണം ഞാൻ ഹെൽത്തി കൂട്ടിയിട്ടുണ്ട്. അല്ല, ഹെൽത്ത് കൂട്ടാം മൊത്തത്തിൽ. ഹെൽത്ത് പെട്ടെന്ന് കുറയുന്നുണ്ട് എൻ്റെ. ഓക്കെ, ലെവൽ അങ്ങനെ 15 ആയിട്ടുണ്ട്. ഇതെന്താ താഴത്ത? ഓക്കെ, ലെവൽ അങ്ങനെ 15 ആയിട്ടുണ്ട്. ഇനി 16, 17, 18, 19, 20. ഇനി ഒരു 5 ലെവലും കൂടെ ഗൈസ്. അപ്പോൾ ഞാൻ പോയിട്ടൊന്ന് വേഗം ലെവലപ്പ് ആക്കിയിട്ട് വരാൻ കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും ഒരു എക്സ്പ്ലോർ നോട്ട് ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ഒന്ന് പോയി എടുക്കട്ടെ. പക്ഷെ എന്നാലും മോസ്റ്റ് ഓപ്സ് എന്താ ഇങ്ങനത്തെ പണി കാണിച്ചത്? ഞാൻ വിചാരിച്ച ടിൻഡോവർ മാത്രം കൊടുത്താൽ മതി നിന്ന്. എല്ലാം മറന്നുപോയി. പക്ഷെ പണ്ട് ഞാൻ ടിൻഡോവർ മാത്രം കൊടുത്തില്ലേ ടൈം ആക്കിയത്. ദാ ടെക്ക് പാരസോർ ഓടിപ്പോകുന്ന ഗൈസ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാണ്ട് കേട്ടോ. നമുക്ക് തിരിച്ച് നമ്മുടെ ബേസിലോട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് പോവാം. ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാം എല്ലായിടത്തൊക്കെ. ഞാനിപ്പോൾ പോയിട്ട് എന്തായാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ഒരു 5 ലെവലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ നമുക്ക് ട്രാങ്കർസ് അൺലോക്ക് ആകാൻ പറ്റും ഗൈസ്. അപ്പോൾ ഞാൻ പോയിട്ടൊന്ന് വേഗം ലെവലപ്പായിട്ട് വരാം. ഇവിടെ കുട്ടി ഡൈനോസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് തീർത്തിട്ട് ഞാൻ പോയിട്ട് പെട്ടെന്ന് ലെവലപ്പായിട്ട് വരാൻ കേട്ടോ. അപ്പോൾ ബൈ, ഞാൻ പോട്ടെ, ലെവലപ്പാക്കിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ചധികം നമ്മുടെ ലെവലപ്പാക്കി. പിന്നെ ട്രാങ്കാരോസ് പണിത്, പിന്നെ നമ്മുടെ ഇവൻ്റെ പാരസോറിൻ്റെ സാളിൽ പണിത്, പിന്നെ മൊത്തത്തിൽ അങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പാരസോറെ പിടിക്കാം. പിന്നെ ഞാൻ കുറേ പ്രാവശ്യം ചത്തുപോയി കേട്ടോ. അതായത് കണ്ടില്ലേ, കുറേ പ്രാവശ്യം അതൊന്നും നമുക്ക് കാര്യമാക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെയൊക്കെ ഉണ്ടാവും, സർവ്വസാധാരണം.
പിന്നെ ഗൈസ് നമുക്ക് പിന്നെ റീസ്പോൺ ആവാൻ പറ്റുന്നില്ല. അതായത് സ്ലീപ്പിംഗ് ബാഗിൽ റീസ്പോൺ ആകുമ്പോൾ സ്ലീപ്പിംഗ് ബാഗ് പോകുന്നു, പക്ഷേ നമ്മുടെ ബെഡ് ഞാൻ പണിത് വെച്ചു. പക്ഷെ അതിനകത്ത് ഗൈസ് പിന്നെ ഈ സാധനം കിട്ടി. ഇത് റാപ്റ്ററാണിത്. എത്രയോ ലെവൽ റാപ്റ്ററാണ് ഇവിടെ. ലെവൽ 95 റാപ്റ്ററാണിത്. അപ്പം ഇതിൻ്റെന്ന് എനിക്കിതായി മെറ്റൽ പിക്കാക്സിൽ ഈ സാധനം കിട്ടി. മെറ്റൽ പിക്ക് കൊള്ളാൻ കിട്ടി സാധനം. പിന്നെ നമ്മുടെ സ്മിത്തിയൊക്കെ അൺലോക്ക് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ സ്ഥലത്ത് നിന്ന് ബേസ് മാറ്റണം. അതെന്തായാലും ആ ഭാഗത്ത് നിന്ന് നമ്മുടെ ബേസ് എന്തായാലും എടുത്ത് മാറ്റണം. കാരണം കുറച്ച് ടാസ്ക്കാണ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പം നമുക്ക് അത്യാവശ്യം വേറെ നല്ലൊരു പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വേണം നമുക്ക് നമ്മുടെ ബേസ് വെക്കാനായിട്ട്. ഇതെന്താ പാരസോറ്. ഓക്കെ, ഇതിൻ്റെ ലെവൽ എത്ര നോക്കട്ടെ. ഇത് അത്യാവശ്യം നല്ല ലെവലായിരിക്കും. ഇത് കാണുന്നില്ലല്ലോ. ലെവൽ 20. അത് വേണ്ട, കുറച്ചുകൂടെ കൂടുതൽ ലെവൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനെ പിടിക്കാം. നല്ലൊരു ഏരിയയിൽ പോയിട്ട് നമുക്ക് ബേസ് സെറ്റ് ആക്കണം. എന്ന് വെച്ചാൽ മാപ്പിൽ എടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റണം. അങ്ങനത്തെ ഒരു ഏരിയയിൽ വേണം നമുക്ക് ബെഡ് സെറ്റ് ചെയ്യാനായിട്ട്. മിക്കവാറും നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ നല്ലൊരു വേറൊരു സ്ഥലത്ത് ബേസ് വെക്കും കേട്ടോ. ഇപ്പോൾ നമുക്ക് വുഡിൻ്റെ ഐറ്റംസ് മൊത്തത്തിൽ അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പം മിക്കവാറും ഞാൻ വുഡിൻ്റെ വെച്ചിട്ട് ചെറിയൊരു ബേസ് വെക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് ഇങ്ങനത്തെ പക്ഷികൾ, ഇവന്മാർ കുറച്ച് ഡേഞ്ചറാണ്. ഇവന്മാർ നേരത്തെ എൻ്റെ ഫുഡാണ് കട്ടോണ്ടും പോയത്. കുറച്ച് വിഷയമാണ് ഇവന്മാരെ കാണുമ്പോൾ മാറിപ്പോണം നമ്മൾ. ഇതാ മോസ്റ്റ് ഓപ്സ്. ഇപ്പം ഇതിനിപ്പോൾ എന്താ ചോദിക്കണാവോ. ഇത് ഫസ്റ്റ് ഒരു സാധനം ചോദിക്കും, പിന്നെ ഇത് വേറെ സാധനം ചോദിക്കും. അങ്ങനത്തെയാണിത്. പ്രൈം ഫിഷ് മീറ്റ് പോടാ, നിനക്കൊന്നുമില്ല. അയ്യോ കാരണം ഇത് ലെവൽ എത്ര നോക്കട്ടെ. എന്താ ലെവൽ കാണാത്ത. ഇത് 15 വേണ്ട. കുലുങ്ങുന്നു നോക്കിയേ. ഈ സാധനം ചവിട്ടുമ്പോഴേക്കും നമ്മുടെ ബ്രോണ്ടോ ഇതാ. ഇതിനൊക്കെ എങ്ങനെ ടൈമാക്കാനാണ്? ഒരു പാരസോറിനെയും പിന്നെ ഒരു മോസ്റ്റോപ്സിനെ ടൈമാക്കാൻ പറ്റുന്നില്ല ഇവിടെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് ഇതുങ്ങളൊക്കെ ടൈമാകുമ്പോൾ എന്തോരം ടൈം എടുക്കുമല്ലേ. അയ്യോ, ഈ ഭാഗം നല്ലതാണ് കേട്ടോ. ഇവിടെ ബേസ് വെക്കും നല്ലതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഇവിടെ തന്നെ ബേസ് വെക്കല്. എനിക്ക് മറ്റേ ഭാഗത്ത് പോകണം എന്നുണ്ട്. നമ്മുടെ ഹിഡൻ ലേക്ക് ഇല്ലേ, ആ ഭാഗത്തൊക്കെ എല്ലാ സ്ഥലത്തും പോകണം. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു ടെറേൻ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഡൈനോസിനെ പിടിക്കണം, എന്നിട്ടേ കാര്യമുള്ളൂ. പക്ഷെ ഇവിടെ പാരസോറൊന്നും കാണുന്നില്ലല്ലോ ഇവിടെയൊന്നും. ഞാൻ എൻ്റെ മറ്റേ സാധനം കൂട്ടിട്ട് അങ്ങനെ സേവ് ചെയ്തോ. കിടക്കിടക്ക് ഞാൻ സേവ് ചെയ്യലുണ്ട്. ഇപ്പം പറയാൻ പറ്റില്ല, ചിലപ്പോൾ എങ്ങാനും ഗെയിം ക്രാഷ് ആയാലോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഗ്രാഫിക്സിനകത്ത് ഇത് ഫുള്ളാക്കി കിട്ടാൻ ഭയങ്കര ഒട്ടേക്കും. പക്ഷെ ഞാൻ ഇത്രയൊക്കെ ഇടല്. ഫുള്ളാക്കി കിട്ടാനാൽ ചെറിയ ശോകമായി. രാത്രിയൊക്കെ ഫുള്ളാക്കി കിട്ടാൻ നല്ലതാണ് കേട്ടോ. കാണാൻ അത്യാവശ്യം അടിപൊളിയാണ് രാത്രിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. പക്ഷേ രാവിലെ ഫുള്ളാക്കി കിട്ടാൻ ഭയങ്കര ഒട്ടുപോയിക്കോളൂ. അയ്യോ മുതല. അയ്യോ 2 പാരസോർ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഇതാ മുതല വന്നേക്ക് നോക്ക്. അല്ലെങ്കിൽ ഈ മുതലക്കൊക്കെ വേറെ പണിയില്ലേ. നമ്മളെപ്പോൾ നല്ല സാധനത്തിനെ പിടിക്കാൻ വരുന്നോ അവിടെ എല്ലാം ഇങ്ങനത്തെ ഏതിലൊക്കെ ഒരു ഡൈനോസൊക്കെ ഉണ്ടാവും. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്നാലും വേറെ ഭാഗത്തോട്ട് മറ്റേ കല്ലിൻ്റെ ഭാഗമുണ്ട്, അങ്ങോട്ടേക്ക് പോവാം. അവിടെ ചിലപ്പോൾ നല്ല ഡൈനോസൊക്കെ ഉണ്ടാവും ഗൈസ്. അതുപോലെ തന്നെ 20 മിനിറ്റ് ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ലതല്ലേ 20 മിനിറ്റ്? അതിന് എന്തെങ്കിലും ഒരു സീൻ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം ഞാൻ 20 മിനിറ്റ് ഇട്ടിട്ട് നിങ്ങളാരും കാണുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. 20 മിനിറ്റ് കുറക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ 20 മിനിറ്റ് തന്നെ മതി, വലിയ എന്തെങ്കിലും സീൻ ഉണ്ടോ എന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് പറയണം കേട്ടോ. കാരണം അതനുസരിച്ച് വേണം നമുക്ക് ബാക്കി അങ്ങോട്ടേക്കുള്ള വീഡിയോസൊക്കെ ഇടാനായിട്ട്. കാരണം ഇപ്പോൾ ഞാൻ വീഡിയോസ് ഇട്ട് നിങ്ങൾക്കത് 20 മിനിറ്റ് കൂടുതലാണ് കാണാൻ പറ്റുന്നതാണെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ഒരു ഇത് മാത്രം നോക്കി വീഡിയോസ് ഇട്ടിട്ട് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ പിരാനൊന്നും ഇല്ലല്ലോ. അല്ല പിരാനൊന്നും ഇല്ല കേട്ടോ. അയ്യോ പിരാനുണ്ട് കേട്ടോ. അയ്യോ പൊത്തിയിട്ട് ഇപ്പം തിരിഞ്ഞാൻ. അതാ പോടാ. വെള്ളത്തിൻ്റെ അക്കരെ പോകാനായിട്ട് ഇനി പണിയായിരിക്കും. നമ്മളിനി എങ്ങനെ പോകും? വേറെ ഏതെങ്കിലും ഭാഗത്ത് കൂടെ പോകേണ്ടി വരും ഞാൻ. ഈ പിരാനകൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് കടിച്ച് തിന്നും നമ്മളെ. ഭയങ്കര വിഷയമുണ്ട് നിങ്ങൾ ഗൈസ്. ഞാൻ ആലോചിക്കും നമുക്ക് എന്തായാലും ഒരു ലോ ലെവല് കിട്ടുന്ന ഒരു പാരസോറിനെ പിടിക്കാൻ കേട്ടോ. അതായും കുറച്ചുകൂടെ നല്ലത്. ഇത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തല്ലോ. പാരസോറിനെ പിടിക്കില്ല നമ്മളിന്ന് കൂടുതലും ചെയ്യല്. പിന്നെ നമുക്കിനെ പയ്യെ ചെയ്താൽ മതി. കാരണം അതിന് അങ്ങോട്ടേക്ക് ഒരുപാട് സാധനങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, വേഗം ചെയ്ത് തീർത്തന്നെ പിന്നെ ഞാൻ വേറെ വല്ല കണ്ടന്റ് നോക്കേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ ഇങ്ങനെ നിൽക്കാമല്ലോ, കുറേ നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും. ടെക്ക് ഉണ്ട്, ടെക്ക് പാരസോർ. അതിനെ പിടിക്കണമെന്നുണ്ട് എനിക്ക്. ടെക്ക് അടിപൊളിയായിരിക്കും. ഞാൻ പണ്ട് ടെക്കിൻ്റെ ഒരു പാരസോർ പിടിച്ചിട്ടുണ്ട്. ആ 2 എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ ഒന്ന് കണ്ടു നോക്കണം. ആ ഒരു എപ്പിസോഡും ഇതും കണ്ടു നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. അതെന്തോരം കഷ്ടപ്പെട്ടാന്ന് പറഞ്ഞു. ഞാൻ അതിനകത്ത് ഓരോ വീഡിയോസും റെക്കോർഡ് ചെയ്യൽ എഡിറ്റ് ചെയ്യൽ ഭയങ്കര പാടായിരുന്നു അതിനകത്ത്. ഇവിടെ പാരസോറൊന്നും ഇല്ലല്ലോ ഇവിടെ. ഞാൻ ഓടി വേറെ ഏതോ ഭാഗത്തെത്തി കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ പോയി നമുക്ക് നമ്മുടെ കേവിൻ്റെ അടുത്ത് എത്തും ഗൈസ്. അവിടെ ഒരു പാരസോർ ഉണ്ട്. അവിടെ 2 പാരസോറെ കണ്ടിട്ടുണ്ട് ഞാൻ അവിടെ. ഈ വെള്ളത്തിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഭയങ്കര ശോകമാണ്. ഈ പിരാനയൊക്കെ 2 കടിക്കാണ് പിരാന തീരുന്നത്. ഇതെന്താ വാല ബ്രോണ്ടോ ആണ് ഇത്. ബ്രോണ്ടോ അല്ലെങ്കിൽ മറ്റേ ഇത് കുറച്ച് ഡേഞ്ചറാണ്. ഇവൻ കുറച്ച് വിഷയമാണ്. ആ സാധനം നമ്മളെ കണ്ടാൽ നമ്മളെ കടിക്കും. അവൻ കാണാതെ പോകണം നമ്മൾ. 2 പാരസോറെ കണ്ട് ഞാൻ അവിടെ. അത് 2ഉം നല്ല ലെവലായിരിക്കും എന്നാണ് തോന്നുന്നത്. നോക്കണം. ഇതാ 2 എണ്ണം. പക്ഷെ അത് കണ്ട തോന്നുന്നു കേട്ടോ എന്നാ. ഇത് എത്ര ലെവല്? 100 ഗൈസ്. ലെവല് 100 പാരസോറ്. ഓക്കെ, നമുക്ക് എന്തായാലും അപ്പം അതിനെ തന്നെ പിടിക്കുക. ഇത് എത്ര നോക്കട്ടെ. ഇത് ലെവല് കൂടിയതാണെങ്കിൽ നമുക്ക് ഇതിനെ പിടിക്കാൻ കേട്ടോ. 120 മാക്സ് ലെവലിനകത്ത്. ഇത് 20. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ആ ലെവല് 100 തന്നെ പിടിക്കാൻ പോകുന്ന.
ഓക്കെ, ബോല കറക്കി ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ 100 തന്നെ പിടിക്കാൻ കേട്ടോ. ബോലപ്പോൾ നമ്മൾ കറക്കി എറിഞ്ഞു. ഇനി നമ്മുടെ അമ്പുമ്പിൽ എന്നിട്ട് തലക്ക് നോക്കി കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് നോക്കാവും. വലിക്ക് 1 2 3 വീഴ്. ഓക്കെ, 3 അങ്ങനെ വീണിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കണം. ലെറ്റ്സ് ഗോ. ഫുഡ് എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. ആക്സസ് ഇൻവെൻട്രി, മെജോബർ ഇട്ട് കൊടുത്തു, പിന്നെ നമ്മുടെ ടിൻഡോബർ ഇട്ട് കൊടുത്തു, പിന്നെ ഇതെന്താ അമാർ ബെറി. കുറേ ബെറീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും ഇവിടെ കിടന്ന് ടൈം ആവട്ടെ. വേറെ ഡൈനോസ് ആരും വരില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ആരും വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഈ 100 ലെവൽ കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ്. ഞാൻ എന്തായാലും ഈ പാറക്കല്ലിൻ്റെ മുകളിൽ കയറി നിൽക്കട്ടെ. വേറെ ഏതിലൊക്കെ ഡൈനോസ് വന്ന് എന്നെ കടിക്കും. ഇപ്പം എത്ര ഇതിപ്പോൾ 3.3% കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഈ പാരസോർ ഒന്ന് ടൈമായിട്ട് വരാം. അത്യാവശ്യം നല്ല ടൈം എടുക്കും. അപ്പോൾ ഞാനിത് ടൈമായിട്ട് വരാൻ കേട്ടോ ഗൈസ്. അപ്പോൾ കുറേ നേരത്തിന് ശേഷം നമ്മുടെ പാരസോർ അങ്ങനെ ടൈമായിട്ട് തീരാറായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റാപ്റ്ററുകൾ വന്ന്. അപ്പോൾ അതിൻ്റെ ടൈമിങ് എഫിഷ്യൻസി പിന്നെയും കുറഞ്ഞു. ഏതൊരു പാരസോർ 2 റാപ്റ്ററും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് അവസാനം ഞാൻ അതിനെ തീർത്ത് കുറഞ്ഞ ലെവലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം തീർക്കാൻ പറ്റി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 2 കടിയും കൊടുത്തു ഈ പാരസോർ. അതുകൊണ്ട് ടൈമിങ് എഫിഷ്യൻസി കുറഞ്ഞു. പിന്നെ ഇപ്പം 100+35 ലെവൽ 135 ലെവൽ എന്തായാലും കയറും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ബാക്കി നമുക്ക് പയ്യെ ലെവലപ്പ് ചെയ്ത് കൊടുത്താൽ ഇതിനകത്ത് ഡൈനോസിനൊക്കെ പെട്ടെന്ന് ലെവലപ്പ് ആക്കാൻ പറ്റും. അതുകൊണ്ട് വലിയ ആവശ്യമില്ല. മറ്റാർക്കിനെ ബേസ് ചെയ്യാതെ പെട്ടെന്ന് ലെവലപ്പ് ആക്കാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അവസാനത്തെ ഫീഡ് കൈക്ക്. ഓക്കെ, അങ്ങനെ നമ്മുടെ പാരസോർ ടൈമായിട്ടുണ്ട്. അസെപ്റ്റ്. ഇതെന്താ ഒൺലി നമ്പേഴ്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. അത് പേര് കൊടുക്കാമല്ലേ, ക്യാൻസൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാരസോറിന് സാഡിലിട്ട് കൊടുക്കുക. ഓക്കെ, സാഡിൽ ലെറ്റ്സ് ഗോ. ഇതെങ്ങനെ റൈഡാക്കല്? ടാപ്പ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ സ്ക്രീൻ ടു മൗണ്ട്. ഓക്കെ, എല്ലാം മറന്നുപോയി. പണ്ട് ഞാൻ കളിച്ചതുകൊണ്ട് ഇതൊന്നും ഓർമ്മയില്ല. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതിനകത്ത് 2 അറ്റാക്ക് ഉണ്ട്. ഇതൊക്കെ ഞാൻ മറന്നിരിക്കണം ഈ സാധനങ്ങളൊക്കെ. ലെഫ്റ്റിലോട്ട് അതെന്താ? ഇത് മറ്റേ ഡൈനോസ് എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സാധനമാണ് ഈ സാധനം. ഇങ്ങനെ മറ്റേ മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോഴുള്ളത് അങ്ങനത്തെ എന്തോ സംഭവമാണ്. പിന്നെ ലെഫ്റ്റിലോട്ട് ഇതെന്താ? തുപ്പുന്നവൻ. ഇതെന്താ ഈ സാധനം തിന്നായിരുന്നു? എന്തൊക്കെയോ ഒരു അറ്റാക്കൊക്കെ ഉണ്ട്, കുറേ അറ്റാക്കുകളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ എന്തായാലും ഇതെന്താ പ്രസ് ദ ഡിസ്മൗണ്ട്. അതായത് സാധനം കുറേ മറ്റേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ പെട്ടെന്ന് നമുക്ക് മറ്റേ നാർക്കോബറൊക്കെ വേഗം കളക്ട് ആക്കാം. കണ്ടില്ലേ 17 നാർക്കോബർ കിട്ടി. പിന്നെ നമ്മൾ സ്പോൾഡ് മീറ്റ് കുറേ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ മീറ്റ് സ്പ്ലിറ്റോളം എടുക്കും. അപ്പോൾ പെട്ടെന്ന് സ്പോൾഡ് മീറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പെട്ടെന്ന് ഫൈബറൊക്കെ കാലം. സോറി, എനിക്ക് നാർക്കോബറിയാണ് കൂടുതലും വേണ്ടത്. പക്ഷേ നമ്മുടെ മോസ്റ്റോപ്സിനെ നമ്മൾ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഫൈബറും നല്ല രീതിയിൽ കളക്ട് ആക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് നമ്മുടെ സ്മിത്തിങ് കാര്യങ്ങളൊക്കെ പണിയാം. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് കുറച്ചധികം പണി ഉണ്ടാവും എനിക്ക്. അത് നമുക്ക് എന്തായാലും ചെയ്യാം. ടൈം ഉണ്ടല്ലോ. ഇപ്പം തന്നെ നമ്മുടെ കേസ് 61 നാർക്കോബർ കിട്ടി ഇപ്പം തന്നെ. പിന്നെ ലെവലപ്പ് പിന്നെ പെട്ടെന്നോട്ടൊന്നും ആവും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, മില്ലി ഡാമേജ്, വെയിറ്റ് എന്തൊക്കെയാണ് വേണ്ടത്, അത് പെട്ടെന്ന് നമുക്ക് കൂട്ടിക്കൊടുക്കാം. ഇപ്പം തന്നെ ലെവലപ്പായല്ല. ഓക്കെ, ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ ഒരു ലെവലപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഞാൻ മില്ലി ഡാമേജ് കൂട്ടാൻ പോകുന്നു. മില്ലി ഡാമേജ് കൂട്ടിക്കഴിഞ്ഞാൽ കുറേ ഫുഡ് കളഞ്ഞാകും. അങ്ങനെ എന്തോ ഉണ്ട്. നമ്മൾ മറ്റേ ഡൈനോസറൊക്കെ മില്ലി ഡാമേജ് കൂട്ടിക്കഴിഞ്ഞാൽ കളക്ട് ചെയ്യുന്ന അളവ് എന്തോ കൂട്ടും. മോസ്റ്റോപ്സ് ഇതെന്ത് തിന്നോന്ന് നോക്കട്ടെ. വല്ല കുറഞ്ഞൊക്കെ ആണെങ്കിൽ ഇതിനെ പിടിക്കാമല്ലോ. ഇതെന്താ മഷ്റൂം. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും നിർത്തിയാൽ അത്യാവശ്യം നല്ല ടൈമായെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ ചേർത്തണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഗൈസ്, വീട്ടിൽ എന്തെങ്കിലും കുറ്റമോ കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോട്ടോ, മടിക്കാൻ നിൽക്കണ്ട. കമൻറ്റ്സ് നിങ്ങൾക്കായിട്ട് തുറന്നിട്ടേക്കണേ. എന്ത് വേണമെങ്കിൽ അതിനകത്ത് ഇടാം. അപ്പോൾ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ. ഇന്ന് പാരസോറെ പഠിക്കാൻ എന്തോരം ഞാൻ പണി വിട്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കും, ഞാൻ എന്തെങ്കിലും വലിയ ഇപ്പം ഈ റെക്സിനെയൊക്കെ മറ്റാർക്കെങ്കിലും പെട്ടെന്ന് ഞാൻ പിടിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, ട്രാപ്പൊക്കെ ഇട്ട് സെറ്റായി പിടിക്കുന്നുണ്ട് ഞാൻ. പക്ഷേ ഇനി ഇതിനകത്ത് വലിയ ഡൈനോസിനൊക്കെ വരുമ്പോൾ ഈ റെക്സിനെയൊക്കെ ഇതിനകത്ത് ഞാൻ എങ്ങനെ പിടിക്കും? ഇതിനകത്ത് മറ്റേ ചെറിയ പ്രാണി അടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തീരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, റെക്സൊക്കെ ഒരു കടിക്കാൻ തീരുമല്ല. ഇനി നമ്മൾ നോക്കി ചെയ്യണം. മൂവ്മെന്റ് സ്പീഡ് മാത്രമല്ല, നമുക്ക് ഹെൽത്ത് പിന്നെ ഞാൻ കുറച്ചധികം ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ നമുക്ക് പറന്ന് പോയിക്കാൻ അത്ര നല്ലത്. പറക്കുന്ന ജീവികളുണ്ട്, നമ്മുടെ ടെറയൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ പിടിക്കണമെങ്കിൽ കുറച്ചധികം ലെവലപ്പ് ആവണം. അപ്പം അത് ചെറിയൊരു ടാസ്ക്കാണ്. എന്തായാലും കുഴപ്പമില്ല. നെക്സ്റ്റ് എപ്പിസോഡ് നമുക്കിനി സ്മിത്തിയും കാര്യങ്ങളെല്ലാം പണിയാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ എല്ലാം ചെയ്യാം ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ബൈ ബൈ.